പോവാന്ന് പറഞ്ഞു. 18 ആൾ നോക്കുമ്പോൾ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ബീബി എന്ന പേര്, ബീബിൻ്റെ പേരില്ല, റഹീമാൻ്റെ പേരില്ല. ഒരു റിട്ടേൺ ടിക്കറ്റ് ഇല്ല. പിന്നെ അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്വീപ്പായത്. അപ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന് പ്രശ്നം വന്നത്. ഉംറയ്ക്ക് കൊണ്ടുപോയവരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായുള്ള പരാതികൾ വരികയാണ്. 160 പേരെ ഉംറ സർവീസിലൂടെ ഉംറക്ക് കൊണ്ടുപോയിട്ട് മക്കത്ത് നിന്നൊക്കെ കഴിഞ്ഞിട്ട് മദീനത്തെത്തിയിട്ട് അവരുടെ സിയാറത്തൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ ടിക്കറ്റ് ഇല്ല. കൊണ്ടുപോയ ഉസ്താദിനെ തന്നെ കാണാനില്ല എന്ന് പറയുന്നത്. കൊണ്ടുപോയ ഉസ്താദ് നാട്ടിലെത്തി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇത്രേ കാലം ആഗ്രഹിച്ചൊരു ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട കുറേ പാവം ഉമ്മമാരും ഉപ്പമാരും അതിലുള്ളത്. ഒരു പക്ഷേ ചെറിയ എന്തെങ്കിലും ഒരു സംഖ്യ വിട്ടുവീഴ്ച ഉണ്ടായേക്കാം. 1000 2000 കുറവുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും ഇതുപോലുള്ള ഇങ്ങനത്തെ അലവലാതി ഗ്രൂപ്പിലൊക്കെ ചെന്ന് പെടാറുണ്ട് പല ആളുകളും. മാന്യമായിട്ട് ഉംറ സർവീസ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ വെറും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇഖ്ലാസും ഇല്ലാതെ ഇങ്ങനെ നല്ല നല്ല ഉസ്താദുമാരെയും നല്ല നല്ല പണ്ഡിതന്മാരെയും ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എന്നുള്ള പേരിൽ വേഷധാരികളായിട്ട് നടക്കുന്ന കുറേ ആളുകളും ബിസിനസ് മൈൻഡോടുകൂടി അവരെ മുന്നോട്ട് നിർത്തിയിട്ട് ഇതുപോലുള്ള നാശങ്ങൾ വിതക്കുന്ന കുറേ ട്രാവൽസ് ഏജൻസികളുണ്ട്. പൊന്നു സഹോദരന്മാരെ, പെട്ടുപോകരുത്. ഇതാ വലിയ ഒരു സംഘം 160ഓളം ആളുകൾ പോയിട്ട് 140 പേര് മദീനത്ത് കുടുങ്ങിയെടുക്കുക കേൾക്കുന്നത്. കാരണം പല ഭാഗത്ത് കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയുള്ള ഭാഗത്തുള്ള ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഉംറ സംഘം ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന ആ ബിസിനസ് ഹറാമാണ്, ആ ബിസിനസ് ഹലാലാന്നൊക്കെ പറഞ്ഞ് ഫത്വ കൊടുത്ത് നമുക്ക് പറ്റുമോ? കാരണം ഇത്രേ കാലം പഠിച്ച പണ്ഡിത വേഷധാരികൾ തന്നെ ഈ രീതിയിലേക്ക് പോകുന്നുവെങ്കിൽ വളരെ ആഭാസം എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? പാവം ആ ഉമ്മൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് വല്ലാതെ മനസ്സ് വേദനിച്ചു പോകും. കാരണം അത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ആ ഉംറക്ക് പോയിട്ടുള്ളത്. എന്നിട്ട് ഈ രീതിയിലുള്ളൊക്കെ അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ എന്താ ഇതിനൊക്കെ പറയുക? ഭക്ഷണം ശരിക്കും കിട്ടിയില്ല, കിടക്കുന്ന റൂമിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം ശരിയായിട്ട് അത്രയും ദിവസത്തെ റൂമിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. മാത്രമല്ല ശരിക്കും അവിടെ അവർ ചെന്നതിന് ശേഷം അവർക്ക് റൗദ ഷരീഫൊക്കെ സന്ദർശിക്കാൻ പ്രത്യേകമായിട്ടുള്ള പാസും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. അതിനുപോലും ആളുണ്ടായിട്ടില്ല. മദീനയിൽ ഉണ്ടായിരുന്ന ഉസ്താദിനെ പിന്നെ കാണാനില്ല. പിന്നെ 4 ദിവസം കഴിഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോൾ ആളവിടുന്ന് മുങ്ങിക്കിട് എന്ന് പറയുന്നത്. ആത്മീയ മേഖലയിലെ ഈ ചൂഷണം ഇതുപോലെ പോയി കഴിഞ്ഞാൽ ആർക്കും ആരെയും ഒന്നും ഉപദേശിക്കുവാനോ പറയാനോ പറ്റൂല. കാരണം വേഷധാരികൾ ഇതുപോലെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു വേഷം ധരിച്ചുകൊണ്ട് അതിനോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്താൻ പറ്റാത്തവർ ആ വേഷം അഴിച്ചു വെച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം. എന്തെല്ലാം ജോലി നാട്ടിലുണ്ട്. കിതാബ് ഓതി പഠിച്ച് അല്ലെങ്കിൽ സനത് എടുത്ത് എന്ന് വെച്ചിട്ട് അയാൾ നല്ലൊരു മനുഷ്യനായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇബിലീസ് എത്ര നിസ്കരിച്ചിരുന്ന മനുഷ്യനാ, എത്ര സുജൂദ് ചെയ്ത മനുഷ്യനാ, മലക്കുള്ള ഗുരുനാഥനല്ലേ. അവസാനം എന്തുണ്ടായത്? പിഴച്ചുപോയി. അപ്പം അതേപോലെ ഒരു പിഴവ് പറ്റിയൊരു വേഗം ദീനുൽ ഇസ്ലാമിനെ ചീത്തപ്പേര് കേൾപ്പിക്കേണ്ട മക്കളെ. ആഡംബരമായിട്ട് ജീവിക്കണം, വലിയ കാറ് വേണം, വില കുടിപ്പുള്ള ഫോണ് വേണം, മൊബൈൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു, വാച്ച് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പല പരിപാടിയും നാട്ടിലുണ്ട്. അള്ളാഹിൻ്റെ ദീനിനെ കൂട്ടിക്കെട്ടരുത് കേട്ടോ. ഇപ്പം ഈ സംഭവിച്ച ഈ വാർത്ത നോക്കൂ, എത്ര സങ്കടകരമാണ്. മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഒരുപാട് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രേ രീതിയിൽ അതപ്പതിച്ചുകൊണ്ട് ചിലപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ മുന്നേ ഹജ്ജിന് വേണ്ടി പൈസ വാങ്ങിയിട്ട് ഹജ്ജിൻ്റെ സീസണിൽ മുങ്ങിയ പണ്ഡിതന്മാരുണ്ട്. ഹജ്ജിന് വേണ്ടിയിട്ട് അവർ പൈസ വാങ്ങിയത്, എന്നിട്ട് അവർ റിയൽ എസ്റ്റേറ്റും മറ്റും നടത്തിയിട്ട് ആ ഹജ്ജിൻ്റെ സീസണിൽ പൈസ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നതാണ്. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഉസ്താദ് കൊണ്ടുപോയി ഉംറ ചെയ്യിച്ചിക്കണ്. പക്ഷെ മദീനത്തിട്ട് ആൾ മുങ്ങിക്കുകയാണ്. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഒന്നുമില്ല. ഇത്രയും ആളുകളുടെ റിട്ടേൺ ടിക്കറ്റൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ എത്രമാത്രം ലാഭം ഉണ്ടായിരിക്കും. എന്താണെങ്കിലും വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നും ഞാൻ വ്യക്തമാക്കിയിട്ടില്ല എൻ്റെ സംസാരത്തിൽ എന്ന ചാനലിൽ വന്ന വാർത്ത നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ രീതിയിൽ പെരുമാറുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഉംറയുടെ മറവിൽ പല തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നേയും പല വാർത്തകൾ ഒരുപാട് ചാനലിൽ വന്നതാണ്. ഉംറയുടെ മറവിൽ പല തട്ടിപ്പും വെട്ടിപ്പും. പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നും പെട്ടുപോകാതിരിക്കുക. ആരെങ്കിലുമൊക്കെ ഉംറക്ക് പോയി പരിചയം ഉണ്ടെങ്കിൽ അവരോട് കൂടെ പോവുക. അതല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ പോവുക. അതല്ലാതെ പല രീതിയിൽ ഇങ്ങനെ മുമ്പ് പോയ ആളുകളോട് അനുഭവം പറയിപ്പിച്ചിട്ടും അവർക്ക് കമ്മീഷൻ കൊടുത്തിട്ടും
അതൊക്കെ ഒരു എന്താ പറയുക വേഷം ഉണ്ടായിരിക്കും, പക്ഷെ പൈശാചികമാണ്. നമ്മളത് തിരിച്ചറിഞ്ഞേ പറ്റൂ. പല മജ്ലിസും നടക്കുന്നുണ്ട് ഇപ്പോൾ, പല ആത്മീയ മജ്ലിസുകളുടെ പേരിൽ പല ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ പരിപാടി എന്താണെന്നറിയോ, ഈ മീനിന് തീറ്റ കൊടുക്കുന്നത് പോലെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മത്സ്യം പിടിക്കുമ്പോൾ ആദ്യം ചൂണ്ടയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമല്ലോ, എന്നിട്ട് അതിനൊരൊറ്റ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങോട്ട് കിട്ടുകയാണ്. ഇതേപോലെ ഇവർ പ്രത്യക്ഷത്തിൽ കുറച്ച് പിന്നെ എന്താ പറയുക പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിപ്പിക്കലും 1-2 വീട് വെച്ചു കൊടുക്കലൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇരട്ടി കോടികളാണ് അതിൻ്റെ ഉള്ളിലൂടെ അവർ ചൂഷണം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് അയാളെ വിസ ശരിയായത്, ഞാൻ പറഞ്ഞപ്പോൾ മാറിയില്ലേ, ഞങ്ങളുടെ അസുഖം മാറിയില്ലേ, ഉമ്മ പറഞ്ഞൊടിക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് വീഡിയോക്ക് മുന്നിൽ കൊടുത്തിട്ട് ആത്മീയത. സാധാരണ ഈ രോഗം മാറിയത് ചികിത്സ അങ്ങനത്തെ കേസുകളും കാര്യങ്ങളൊക്കെ പല ഡോക്ടർമാരും വൈദ്യന്മാരും നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ പറയിപ്പിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ആത്മീയത. ഞാൻ പഠിച്ചവൻ്റെ സ്വന്തം ആളാണ്, ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പം മാറും എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നവരുണ്ടെങ്കിൽ ഇബിലീസാണ് അവിടെ സഹായിക്കുന്നത്. പിശാചിനൊരു സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള ഇബിലീസിൻ്റെ ആളുകളിലേക്ക് കുറേ ആളുകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആളുകളിൽ പെട്ടുപോകും ആത്മീയ ചൂഷണത്തിൻ്റെ പേരിൽ. എന്താണെങ്കിലും പരിശുദ്ധമായ ഉംറയ്ക്ക് പോയ ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. അവരോട് മദീനത്ത് കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്ന അള്ളാഹു എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലേക്ക് എത്തിക്കട്ടെ. ഇതുപോലെ കൊണ്ടുപോകുന്ന ഇതിൻ്റെ വലിയ അമീർമാർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ ഉംറയ്ക്ക് പോയ സമയത്ത് അവിടെ മദീനത്ത് വെച്ചുണ്ടായ കുറേ അനുഭവങ്ങൾ, അവിടെ മദീനത്ത് സ്ഥിരതാമസക്കാരനായ ഒരു സ്നേഹിതൻ നമ്മളോട് പറയാറുണ്ട്. ഈ പുണ്യഭൂമിയെ പോലും മലിനമാക്കുന്ന രീതിയിലാണ് പല ആളുകൾ ഇവിടെ പ്രവർത്തിച്ചു. എല്ലാവരും ഇല്ലേ, പക്ഷേ നമ്മളെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും 50,000 ആംപ്ലിഫയർ വിഴുങ്ങിയ രീതിയിൽ ഭയങ്കര ദുആക്കെ കേൾക്കുമ്പോൾ അതിലൊന്നും പെട്ടുപോകരുത്. പല ആളുകൾ അങ്ങനെയാണ്. ആ ഉസ്താദിൻ്റെ ദുആയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണീര് വാർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഓരോ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ വാക്കൊന്നും പഠിച്ചവനക്ക് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. അനാവശ്യമായിട്ടുള്ള ആത്മീയ ചൂഷണത്തിൽ പെട്ടുപോകരുത്. നമ്മുടെ ഒരുപാട് നല്ല ഉസ്താദുമാർ ഒരുപാട് കാലത്തെ അല്ലെങ്കിൽ ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ദർസ് കലാലയങ്ങളൊക്കെ ഉള്ളത് ഏതിലാവട്ടെ, ഏത് വിഭാഗത്തിലാവട്ടെ. പക്ഷേ അതിനൊക്കെ നശിപ്പിക്കുന്ന മാനം കെടുത്തുന്ന രീതിയിലാണ് ഇന്ന് പല യുവ പണ്ഡിതന്മാരുടെയും പല ഭൗതിക ദുന്യാവിൻ്റെ അത്യാർത്ഥിയുള്ള വേഷധാരികളുടെയും പല ആളുകളുടെയും പോക്ക്. ഇത് നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇങ്ങനെ പല ഗാനമേള പോലത്തെ പാട്ടുകളും ഗാനമേള പോലത്തെ അല്ലെങ്കിൽ ഡെപ്സിയുടെ സംഗീത വിരുന്നിനേക്കാൾ മനോഹരമായിട്ടുള്ള പലതും നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. എന്താണെങ്കിലും പടച്ച റബ്ബ് എല്ലാവർക്കും എല്ലാ ഹൈറും നൽകട്ടെ, നല്ല മനസ്സ് നൽകട്ടെ എന്നാണ് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കുവാനുള്ളത്. പാവപ്പെട്ട ഒരുപാട് പേര് കുടുങ്ങിയിട്ടുണ്ട്, ഭക്ഷണമില്ലാതെ, റൂമില്ലാതെ. പക്ഷെ പല ആളുകളും അവിടെ സാമൂഹ്യ പ്രവർത്തകർ എത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. എന്താണ് ഈ കൊണ്ടുപോയ ഉസ്താദിന് സംഭവിച്ചു എന്നുള്ളതോ അതല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിറകിലെ രഹസ്യം എന്നുള്ളത് എന്തായാലും അറിയില്ല. എന്താണെങ്കിലും ഇങ്ങനൊരു സംഭവം ഇവിടെ ന്യൂസ് വന്നപ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെ പലരും പെട്ടുകിടക്കുന്നുണ്ട്. പലപ്പോഴും ഹജ്ജിന് പോയിട്ടടക്കം പല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടും ബുദ്ധിമുട്ടിയവരുണ്ട്, പല രീതിയിൽ അവിടെ അസ്വസ്ഥമായവരുണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് തെരഞ്ഞു പിടിച്ച് വിശ്വാസമുള്ള ഉംറ സർവീസിൽ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് ചെയ്ത് ഉംറ അവിടുന്ന് തന്നെ ബാത്തിലാവുന്ന രീതിയിൽ അവരെ കുറ്റം പറയേണ്ടി വരും. നമ്മൾ പടച്ച റബ്ബ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.